വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ട് വളരെ ഈസിയായി വറുത്തരച്ചൊരു കറി ഉണ്ടാക്കിയാലോ. നാളികേരമൊന്നും വറുത്തരയ്ക്കാതെ വളരെ ഈസിയായി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 3 ചെറിയ പാവയ്ക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്കിത് 2ആയി മുറിച്ച് ഇതിനുള്ളിലുള്ളതൊക്കെ എടുത്ത് കളയാം. പാവയ്ക്കയുടെ കുരുവും ഒക്കെ എടുത്തു മാറ്റാം. കണ്ടോ, ഇതേപോലെ എടുക്കണം. ഇതേപോലെ ഓരോ പാവയ്ക്കയും ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 3 പാവയ്ക്കയും ചെറുതായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ആദ്യം ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇടാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതിടാം. നീളത്തിൽ അരിഞ്ഞ സവാള കേട്ടോ. ഇനി ഒരു 4 പച്ചമുളക് അരിഞ്ഞതിടാം. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കേട്ടോ, 4 വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയാണ്. ഇതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് കുതിർത്തി പിഴിഞ്ഞ് ഇത് നമുക്ക് പാവയ്ക്കയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒറ്റ വിസിലടുപ്പിച്ചിട്ട് ഇനി ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പ്രഷറെല്ലാം വിസിൽ വന്നാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രഷർ കളഞ്ഞതിന് ശേഷം നമുക്കിത് തുറക്കാം. കണ്ടോ, നമ്മുടെ പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. എന്നാൽ ഓവറായിട്ട് വെന്തിട്ടുമില്ല. കണ്ടോ, നമ്മുടെ പാവയ്ക്കൊക്കെ നല്ല സുന്ദരക്കുട്ടപ്പന്മാരായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല എളുപ്പമാർഗ്ഗമായിരിക്കും കേട്ടോ. കാരണം കുക്കറിലേക്ക് നമ്മൾ എല്ലാ ഐറ്റംസും കൂടെ ഒന്നിച്ചിടുവാണ്. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, അതിട്ട് കൊടുക്കാം. ഞാനിതിലൊരു കാര്യം വീഡിയോയിൽ പെടാതെ പോയിട്ടോ. ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയില്ല, സോറി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തരും. അപ്പോൾ അല്പം പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം പഞ്ചസാര കേട്ടോ, ഒരു പ്രത്യേക സ്വാദാണ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ പഞ്ചസാര ഇടാറുണ്ട്. ഈ കറി ഉണ്ടല്ലോ, പുളിയും പിന്നെ ഉപ്പും പിന്നെ ഇങ്ങനെ ചെറിയൊരു മധുരത്തിൻ്റെ ഇതൊക്കെ കൂടെ വരുമ്പോണ്ടല്ലോ, പാവയ്ക്കയുടെ കയ്പൊട്ടും അറിയില്ല. അപ്പോൾ എത്ര പാവയ്ക്ക കൂട്ടാത്ത ആൾക്കാരും ഈ കറി കൂട്ടൂട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരല്പം ചാറ് വേണം എന്നുള്ളവർക്ക്, ഇല്ല നല്ല കുറുകിയ ഗ്രേവിയോട് കൂടെ കഴിക്കണം എന്നുള്ളവർക്ക് നേരത്തെ കണ്ട പോലെ തന്നെ എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ? പാവയ്ക്ക, പച്ചമുളക്, സവാള, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് കുക്കറിൽ ഇടാം. ഒറ്റ വിസിലടിപ്പിക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, ഉലുവ പൊട്ടിക്കുക, ഉണക്കമുളക് ഇട്ട് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഇതിലേക്ക് ഇടാം. എത്ര വേഗം കറിയായി. അപ്പോൾ ഈ ഈസി കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി പാവയ്ക്ക കറി റെഡി. ഈ ഈസി ആയിട്ടുള്ള പാവയ്ക്ക കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇത് കാണണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.